സന്തോഷ ദിവസമാണ്, ആഘോഷം. എന്നിട്ടോ എന്താ പറഞ്ഞത്? ഇവിടെ പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖുൽത ലിസാഹിബിക അൻസിത് യൗമൽ ജുമുഅ വല്ലിമാമ യഖ്തുബു ഫഖദ് ലമൗ ഫമൻ ലമാ ഫലാ ജുമുഅ. ഇമാം ഖുത്ബക്ക് കയറി ഖുത്ബയിൽ നിർവഹിക്കാൻ വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫലാ യതകല്ലമ ഒരാൾ പോലും സംസാരിച്ചു പോകും. ഇദാ ഖുൽത ലിസാഹിബിക, നിന്റെ തൊട്ടടുത്തവൻ സംസാരിക്കുമ്പോൾ അവനോട് നീ പറഞ്ഞു അൻസിത്, മിണ്ടല്ലടോ എന്ന് പറഞ്ഞു. എന്നാൽ അവൻ ജുമാ നടക്കുമ്പോൾ ഖുത്ബ നടക്കുമ്പോൾ പാടില്ലാത്തത് ചെയ്താൽ മിണ്ടല്ലടോ എന്ന് പറഞ്ഞാൽ ജുമാ പോയി അത് ഖുത്ബക്ക് കൊടുക്കേണ്ടതായ ഒരു തഴലയും അതിന്റെ ഒരു മര്യാദയും അതിന്റെ ഒരു ബഹുമാനമാണ്. നിസ്കാരത്തിൽ ഉണ്ടാവേണ്ട ബഹുമാനങ്ങളും അതുകൊണ്ട് അവൻ 3 അനക്കം തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാണ്. ചില ചെറുപ്പക്കാരൊക്കെ റുക്കോന്നൊക്കെ കൊണ്ട് വന്നാല് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ പിഴ 2 മുതൽക്കുമായി എല്ലാം കൂടി 5-8 അനക്കായി. ഇനി നിസ്കാരത്തിൽ തുടർന്നിട്ട് കാര്യമില്ല. ചില കുട്ടികളൊക്കെ ഭയങ്കര മുടിയാവും, എന്നിട്ട് സുജൂദ് കൊണ്ട് വന്നാൽ 2 അനക്കായി, എന്നിട്ട് കൈകൊണ്ടായി നിസ്കാരം വന്നില്ലേ? ഒരവയവം കൊണ്ട് തന്നെ 3 അനക്കം നടന്നില്ല. ഒരവയവം കൊണ്ട് തന്നെ 3 അനക്കം വേണ്ട. ഒരു കാലം കൊണ്ട് വെച്ച് മറ്റേ കാലം കൊണ്ട് വെച്ച് കയ്യൊന്നിങ്ങനാക്കി ഇത് ഞാൻ അത്യാവശ്യം ജനം മുടി മുറിച്ചിടുന്നു, ഇങ്ങനെ മുറിച്ചിടുന്നു, ഇങ്ങനെ മുറിച്ചിടുന്നു, എന്നിട്ട് കയ്യോണ്ടോ നിസ്കാരത്തിൻ്റെതായ ബഹുമാനങ്ങൾ നിസ്കാരത്തിന് കൊടുക്കുക, പള്ളിന്റെ ബഹുമാനം പള്ളിക്ക് കൊടുക്കുക, പരിശുദ്ധ ഖുർആന്റെ ബഹുമാനം പരിശുദ്ധ ഖുർആന് കൊടുക്കുക. നമ്മളോട് ദേശം പിടിച്ച കാര്യമില്ല. ഒരാളുടെ ഖുർആൻ എടുത്തിട്ട് പുറത്തെ പള്ളിക്ക് പോയി കരയുന്നത്, ആ ഖുർആൻ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ആ തൂണിനോട് ചാരി ചെയ്തിട്ടുണ്ട്. എനിക്കുണ്ടായ അനുഭവം, അയാൾ അപ്പുറത്തെ 12 ഇരിക്കുന്നത്, ഖുർആനിനെ തുറന്നു അയാൾ ചാരിയിരിക്കുന്നത് ഒരു ഭയങ്കര സംസാരം തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞു സംസാരിച്ചു. പള്ളിന്റെ പുറത്തേക്കാൾ വന്ന് 2ാമത്തെ ഖുർആൻ പൊട്ടിയാക്കി കണ്ടിച്ചു. എന്നിട്ട് കാണാത്തോണ്ട് അപ്പുറത്ത് പോയി സംസാരിക്കാൻ, ഇത് പള്ളിയാണ്. അപ്പോഴൊക്കെ അയാൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി കുറെ കാലമായി തുടങ്ങിയിട്ട് ഇവിടുത്തെ ഖാദിമാർക്കൊന്നുമില്ലാത്ത നിയമമാണ്. ഇവിടുത്തെ ഹത്തീബിനുണ്ട്, എല്ലാവർക്കും ഉള്ള നിയമം തന്നെയാണ്. ഹത്തീബിനാണ് നിയമമല്ല. പിന്നെ അതാ പറയുന്നത്, ഓര് ചെയ്തു പോയ ഒരു തെറ്റ് തിരുത്തുന്നതിന് പകരം ആ തെറ്റിനെ ന്യായീകരിക്കുന്നതിനാണ് ജഹില് പുറത്തുകൊണ്ടുവരിക. ഒരു വിവരമില്ലാത്ത ആ മനുഷ്യൻ 2-3 ജാതിയുണ്ട്. മനുഷ്യൻ ഒന്ന് ലായതിരി, വിവരമില്ല. പക്ഷെ വിവരമില്ല എന്നുള്ള പേരവരുന്നു. അതാണ് ഏറ്റവും വലിയ ശീലം. വിവരമില്ല, പക്ഷെ വിവരമില്ല എന്നുള്ള വിവരമുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാവും. ഒരു വിവരം ഉണ്ടാവില്ല, പക്ഷെ ഓന്റെ വിചാരം തന്നെ ഇവിടുത്തെ കാതിമാരെക്കാളൊക്കെ വിവരം പോകാനുള്ളത് ഒന്നും ഉണ്ടാവില്ല. അവനെ കൊണ്ടാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. 2ാമത്തെ നല്ല വിവരമുള്ള ആളുകൾ, പക്ഷെ വിവരമുണ്ട് എന്നുള്ള വിവരമില്ല, ഓർക്കൊണ്ട ബുദ്ധിമുട്ടാണ്. മനുഷ്യൻ ഒന്നെങ്കിൽ വിവരമില്ലെങ്കിൽ വിവരം ഇല്ല എന്നുള്ള വിവരം വേണം, വിവരമുണ്ടെങ്കിൽ വിവരം ഉണ്ട് എന്നുള്ള വിവരം വേണം. അപ്പൊ നമ്മള് തഖ്വ നേടുക എന്നൊക്കെ പറഞ്ഞാല് എന്താ? തഖ്വ, നിങ്ങൾ തഖ്വ ചെയ്യുക
പറയുന്നത് തഖ്വ എന്ന് പറഞ്ഞാൽ ഹിയൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീം. ഇത് 4 സ്വഭാവം ഒരാളുണ്ടെങ്കിൽ തഖ്വ ഉണ്ടാവും. ഒന്ന് അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം. മുർജിഅത്തിൽ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. ഒരു ബിദ്അത്തിന്റെ പാർട്ടിക്കാരാണ് മുജാഹിദ് ജമാഅത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ബിദ്അത്തിന്റെ പാർട്ടിക്കാരാണ് മുർജിഅത്ത് എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. അവർക്കുള്ള പ്രത്യേകത റജാ മാത്രമേ അവർക്കുള്ളൂ. റജാ എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് ഈമാൻ കൊണ്ടാൽ പിന്നെ എന്ത് തെറ്റ് ചെയ്താലും പ്രശ്നമല്ല, അടുത്ത പഠിച്ചോർ സ്വർഗത്തിലൊന്നും നരകത്തിലൊന്നും പോകുന്നു. അവർക്ക് പ്രതീക്ഷ മാത്രം റജാ. അങ്ങനെ കൂട്ടുകൂട്ട. എന്നാൽ ഈമാനുള്ളവർക്കുള്ള സ്വഭാവം അവൻ അല്ലാഹുവിന്റെ ശിക്ഷയിൽ പേടിയുണ്ടാവുമോ? ചിലപ്പോഴൊക്കെ തോന്നുന്നു ഇതൊന്നും പിന്നെ ചില ഹദീസുകളൊക്കെ കേൾക്കുമ്പോ നമ്മൾ രക്ഷപ്പെട്ടു പോകും. അതാണ് പ്രതീക്ഷ. നമ്മൾ ചെറിയ തെറ്റൊക്കെ വന്നു പോയാലും പഠിച്ചോ പൊറുക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവണം. നല്ല ചെറിയ തെറ്റുകൾ പോലും ചെയ്തിട്ട് പൊട്ടിക്കറിഞ്ഞ സഹാബത്തൊക്കെ ഉള്ളതല്ലേ നമ്മൾ രക്ഷപ്പെടൂല എന്നുള്ള പേടിയും വേണം. ഇത് രണ്ടും ഒരാളുണ്ടെങ്കിൽ അത് ഈമാനിയുടെ ചിലപ്പോൾ പേടിയുണ്ടാവും, ചിലപ്പോഴേ പ്രതീക്ഷയുണ്ടാവും. അങ്ങനെ മഹാന്മാരായ സഹാബികളൊക്കെ അങ്ങനല്ലേ സഹാബികൾ. ഞാനൊരു മുറിക്കപ്പെട്ട് വിറകാക്കിയിട്ട് അടുപ്പിൽ വെച്ച് കത്തിക്കപ്പെടുന്ന ഒരു മരമായിരുന്നെങ്കിൽ എന്റെ ദുനിയാവ് ഞാൻ കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞു. ഞാനത് അറുത്ത് മാംസം ഭക്ഷിക്കപ്പെടുന്ന ഒരാട്ടിൻകുട്ടിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ സഹാബികളുണ്ട്. ആഖിറത്തിലേക്ക് ചെന്നിട്ട് ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ എന്ന് അല്ലാഹു പറയുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ മണ്ണായി പോകാൻ ഇഷ്ടപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞ സഹാബികൾ പേടിച്ചിട്ട് ആ പേടി ഈമാനിന്റെ ഒരു ഭാഗമാണ്. നേരെ മറിച്ച് ഹബീബായ റസൂലുള്ളാഹി പ്രതീക്ഷയുടെ ഭാഗങ്ങൾ കൊടുത്ത ഹദീസുകളുണ്ട്. 99 ആളുകളെ ഒരാൾ കൊന്നു എന്നുള്ളത് സഹീഹായ ഹദീസാണ്. ഇവിടെ 5 ആളെ ഒരു കുടുംബത്തിൽ വെട്ടിക്കൊന്നു ഒരുത്തൻ, 5 സഹപാഠികൾ കൂടി ഒരുത്തനെ അടിച്ചു കൊന്നു. അത് വേറെ കഥ. അതൊക്കെ കഥകൾ വേറെ. ഒരാളെ പിന്നെ സ്വഭാവം തന്നെ, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ, അദ്ദേഹത്തിന്റെ ഹോബി കൊല. 99 ആളെ കൊന്നു കഴിഞ്ഞപ്പോഴാണ് മുമ്പത്തെ മനസ്സാന്തരം ചെയ്തു പോയപ്പോൾ അപ്പോഴാണ് ഒരു ആബിദായ മനുഷ്യനെ പോയിട്ട് കാണുന്നത്. ആബിദീങ്ങളാണ് കുറച്ച് വിവരം കുറയും, ആലിമീങ്ങളാണ് വിവരം കാണുന്നത്. അങ്ങനെയാണല്ലോ മദീന പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ പിഴപ്പിക്കാൻ വന്ന ഇബ്ലീസ് പള്ളിയിലേക്ക് നോക്കിയിട്ട് പുറത്തിങ്ങനെ നിൽക്കുക. സഹാബികളുടെ കഥകളല്ലേ. ഇപ്പോഴാ ഒന്നുമില്ല, ഞാൻ നിസ്കരിക്കുന്നവനെ പിഴപ്പിക്കാൻ പോണതാ, പക്ഷെ അവിടെ കിടന്നുറങ്ങുന്നവനെ പേടിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് കയറാത്തത്. അത് ആലിമാക്കി പറഞ്ഞത്. ഇവനെ പിഴപ്പിച്ചു ഇവനെന്തെങ്കിലും അതിനെപ്പറ്റി പഠിക്കേണ്ടി വന്ന ആളെ ചോദിച്ചാൽ മസാല പഠിച്ചോ പിന്നെ തെറ്റുണ്ടാവില്ല. അബൂ ഹനീഫ ഇമാമിന്റെ കഥ പറയുന്നില്ല. അബൂ ഹനീഫ ഇമാമിന് ഈ ഹൗദിലൊക്കെ വന്നാൽ നമ്മളുടെ ദോഷങ്ങളൊക്കെ വീട് കെടുക്കുന്നത് മുമ്പ് കണ്ടായിരുന്നു. അങ്ങനത്തെ കൈകൊള്ള മനുഷ്യനാണ് അബൂ ഹനീഫത്തിൽ പോയി. ഒരിക്കൽ സുബ്ഹ് നിസ്കാരത്തിന് എഴുന്നേൽക്കാതെ ഉറങ്ങിപ്പോവുകയാണ് അബൂ ഹനീഫനെ. അവൻ അല്പസമയമുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് വന്നിട്ട് പെട്ടെന്ന് വിളിച്ചതാണെങ്കിൽ സുബൈ പറയുന്നു, നീ ആരാണ് ചോദിച്ചു. ഞാൻ ഇബ്ലീസാണ്. നീ സാധാരണ
ഉറക്കിക്കെടുത്തല്ലേ ഇന്നെന്താ വിളിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ പറഞ്ഞത് നിങ്ങൾ ഇന്ന് ഒരൊറ്റ വണ്ടി ഉറങ്ങിപ്പോയാൽ പിന്നെ രാത്രി ഉറങ്ങൂല. നിങ്ങൾക്കൊരു സുഖമായി പോയാൽ പിന്നെ ഒരൊറ്റ രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങൂല. അതെനിക്കറിയാം. അതുകൊണ്ട് ഈ സുബഹിക്കല്ലാതെ നിങ്ങളെ ഞാൻ വിളിച്ചതിനാണ്. അത് വേറെ പൈസ, നമുക്കൊന്നും അത് കിട്ടൂല.